ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ പറ്റുന്ന ഒരു നല്ല പലഹാരമാണ്. എളുപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ഉരുകിയപ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് കുറച്ച് കാഷ്നട്ടും ബദാം പരിപ്പും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് നമുക്ക് മൂപ്പിച്ച് കോരാം. ഇപ്പോഴിത് ഒരുവിധം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തു. ഇതൊന്ന് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വറുത്ത് കോരാം. വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് 1 കപ്പ് റവ, അതായത് അരക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം എടുക്കുന്നത്. ഏകദേശം 1 കപ്പോളം റവ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കാം. നമുക്ക് റവ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മൂത്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞ് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വേണമെങ്കിലും നമുക്ക് മൂപ്പിക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോഴിത് ഒരുവിധം ഒന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനകത്തിലേക്ക് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം 3/4 കപ്പോളം ഉണ്ടായിരുന്നു കണ്ടൻസ്ഡ് മിൽക്ക്. ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. റവയെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. തിളച്ച പാല് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതിനകത്തിലേക്ക് ഞാനൊരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പനേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കാനും അടച്ചു വെക്കേണ്ടതും. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി കിട്ടണം. അല്പനേരം ഒരു തിള വരുന്നവരെ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഇത് വെള്ളം വറ്റിക്കോളും. ഇപ്പോഴിതിൻ്റെ വെള്ളം വറ്റി വരുന്നുണ്ട്. ഇപ്പോഴിത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം. ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് വരട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. പ്ലേറ്റിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി ലെവൽ ചെയ്ത് വെക്കാം. ഇത് 1 മണിക്കൂർ ഇരുന്നൊന്ന് തണുക്കണം. അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചാലും മതി, പെട്ടെന്നൊന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.